ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 18-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 17-ാം അധ്യായത്തിൽ നമുക്കറിയാം യഥാർത്ഥ പുരോഹിത വർഗം ആരാണെന്നുള്ളത് തെളിയിക്കാൻ അഹറോൻ്റെ തളിർത്ത വടി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെയും ലേവ്യ ഗോത്രക്കാരുടെയും അവകാശത്തെക്കുറിച്ചാണ്. അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അവർ ഭക്ഷിക്കേണ്ടത്, അവർ ആ ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അവർ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള യഹോവയുടെ നിർദ്ദേശമാണ്. വിശുദ്ധ സ്ഥലത്തുണ്ടാകുന്ന സകല അകൃത്യങ്ങൾക്കും അശുദ്ധിക്കും കാരണക്കാർ നിങ്ങളായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ദേവാലയത്തിൻ്റെ ചുമതല അവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന്, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. രണ്ട്, ആ സ്ഥലത്ത് അശുദ്ധിയും ഉണ്ടാകാൻ പാടില്ല. അവിടെ വെച്ച് അകൃത്യം നടക്കാൻ പാടില്ല. അങ്ങനെ നടന്നാൽ നിങ്ങളാണ് അതിന് സമാധാനം പറയേണ്ടത്. ഇന്ന് പുതിയ നിയമത്തിൽ വാസ്തവത്തിൽ ഏറ്റവും വിശുദ്ധവുമായി കാണേണ്ട ദേവാലയവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിലാണ് കൂടുതൽ അശുദ്ധിയും കൂടുതൽ അകൃത്യങ്ങളും ഇന്ന് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായൊരു അനുഭവം തന്നെയാണ്. അത് ഏത് സഭകളെടുത്താലും നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ ജനങ്ങളെക്കാൾ കൂടുതൽ അഹന്തയോടും അശുദ്ധിയോടും അകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് കൂടുതലും ഇങ്ങനെയുള്ള ആളുകളാണ്. ഇവിടെ ലേവ്യരോട് പുരോഹിതന്മാരോടും മോശമുഖാന്തരം അരുളി ചെയ്യുന്ന നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഒരശുദ്ധിയും അവിടെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം സമാഗമന കൂടാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാമീപ്യം പൂർണ്ണമായി അനുഭവിക്കുന്ന സ്ഥലമാണ്. ദൈവം അതിൽ വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് കാരണം. പിന്നെ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിലൊക്കെ ലേവ്യർ മാത്രമേ വരാവൂ, മറ്റാരും അവിടെ പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ അശുദ്ധരായവർ അവിടെ പ്രവേശിക്കാൻ കാരണമായാൽ അവരും നിങ്ങളും മരിക്കും. അതിന് കാരണക്കാരായ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെയുള്ളവർ അവിടെ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരും അവിടെ മരിച്ചു പോകും. അത്ര കർശനമായ രീതിയിലാണ്. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രാധാന്യമാണ്, അതിൻ്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. പിന്നെ പറയുന്നത് വിശുദ്ധ മന്ദിരവും അതിൻ്റെ ബലിയോടും സംബന്ധിച്ച് സകലത്തിൻ്റെയും ചുമതല നിങ്ങൾക്കാണ് അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം. 8 മുതൽ 19 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ദൈവസ്ഥാനത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുക്കൾ സമർപ്പണത്തിന് ശേഷം നിങ്ങൾക്ക് ഭക്ഷിക്കാം. അതാണ് നിങ്ങളുടെ ഭക്ഷണം. കാരണം അത് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് നൽകുന്നത് പോലെ തന്നെയാണ് അത് പുരോഹിതന് നൽകുക എന്നുള്ളത്. അത് ഭക്ഷിക്കാനുള്ള അവകാശം ആദ്യമേ അത് നിങ്ങൾക്കാണ്. അത് വിശുദ്ധമായി കരുതി തന്നെ നിങ്ങൾ ഭക്ഷിക്കണം. വെറും ഒരു ഭക്ഷണമായിട്ട് തന്നെ ഭക്ഷിക്കാൻ പാടില്ല. അത് ദൈവത്തിന് സമർപ്പിച്ച അതിവിശുദ്ധമായ ഭക്ഷണമാണെന്നുള്ള ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി അത് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പിന്നെ പറയുന്നത്, നിങ്ങളിൽ വിശുദ്ധരായവർ അത് ഭക്ഷിക്കാവും. നിങ്ങളിൽ ആർക്കെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അശുദ്ധി നിങ്ങളിൽ നിലനിൽക്കുമ്പോൾ നിങ്ങളത് ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം ഇത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന നമ്മൾ വളരെ വിശുദ്ധിയോടും ശാരീരികവും മാനസികവും ആത്മീയമായ 3 വിശുദ്ധിയോടു കൂടിയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അയോഗ്യമായി അത് ഭക്ഷിച്ചാൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമെന്ന് 1 കൊരിന്ത്യർ 11:27 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിക വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഓരോരുത്തരും തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുവാൻ. അത് നിമിത്തം നിങ്ങൾ കുറ്റക്കാരാവരുത്. അയോഗ്യമായി ഇത് ഭക്ഷിക്കുന്ന മുഖാന്തരം നിങ്ങളിൽ പലരും രോഗികളാവുകയും ചിലർ മരിക്കുകയും ചെയ്യും. ജീവൻ നിലനിർത്താനും രോഗസൗഖ്യത്തിനുമുള്ളത് അശുദ്ധമായും അയോഗ്യമായും ഭക്ഷിച്ചാൽ വിപരീത ഫലം ലഭിക്കുമെന്നർത്ഥം. അപ്പോൾ ആ രീതിയിൽ ഇവിടെ പഴയ നിയമത്തിലും യഹോവയായ ദൈവം വളരെ കർശനമായ നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അവർക്കവിടെ ഇത് നൽകുകയാണ്. 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾക്ക് അവകാശം ഭൂമിയില്ല, നിങ്ങളുടെ അവകാശം ഞാനാണ്, യഹോവയായ ദൈവമാണ്. ലേവ്യരുടെ
ആ ഗോത്രത്തിൻ്റെ മുഴുവൻ അവകാശം യഹോവയായ ദൈവമാണ്. ഇനി ഇസ്രായേൽ ജനം കനാലിൽ സ്ഥിരതാമസമാകുമ്പോൾ നമുക്കറിയാം, ദേശം 12 ഗോത്രക്കാരാണെങ്കിലും അത് 11 അത് ഭാഗിക്കുന്നത്. ലേവ്യർക്ക് അവിടെ അവകാശമില്ല. അവർക്കുള്ള അവകാശം ദേവാലയവുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അവകാശം ഞാനാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലും നമ്മുടെ അവകാശം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ദൈവമാണ് നമ്മുടെ അവകാശം. നമുക്ക് ഈ ഭൂമിയിൽ വീടോ വസ്തുക്കളൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് താൽക്കാലികമായി പാർക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയം വയ്ക്കാൻ പാടില്ല. കാരണം നമ്മുടെ അവകാശം ദൈവമാണ്, ഈ വീടും വസ്തുക്കളും ഒന്നുമല്ല. അതുകൊണ്ട് നമുക്കറിയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ്ലീഹ ആ സ്വർഗീയ ദർശനം കണ്ടിട്ട് പറഞ്ഞു, രാജ്യവും ഭവനവും പൗരത്വമൊക്കെ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യം ഇവിടെയല്ല, ഭവനം ഇവിടെയല്ല, പൗരത്വവും ഇവിടെയല്ല. ആ രാജ്യത്തെക്കുറിച്ചാണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്, പുഴുവും തുരുമ്പും നശിപ്പിക്കാത്ത സമ്പാദ്യമുള്ള രാജ്യമെന്ന്. നമ്മുടെ സമ്പാദ്യം അവിടെ ആയിരിക്കണം, നമ്മുടെ ഭവനം അവിടെ ആയിരിക്കണം. ആ ഭവനത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണമായി എല്ലാ ദിവസവും നമ്മൾ ഏറ്റുചൊല്ലുന്നുണ്ടല്ലോ, മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ആ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുകയാണ്. ആ പ്രത്യാശ നമുക്കുള്ളത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ആശ്രയം യഥാർത്ഥമായി പൂർണ്ണമായി ദൈവത്തിലായിരിക്കണം. ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ളത് മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമ്മൾ നേരത്തെ പാടിയിട്ടുണ്ടല്ലോ, ലോകം, താത്, സഹോദര, ജാതി, തറവാട് ആകെ ഉപേക്ഷിച്ച് കർത്താവിനായി മരിച്ചാൽ മതിയെന്ന് അവർ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു ക്രൈസ്തവന് വിശ്വാസി ഭൂമിയിൽ ജീവിക്കേണ്ടതാണ്. 21 വാക്യങ്ങളിൽ ലേവ്യരുടെ വിഹിതത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇവിടെ പറയുന്നു, ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമാണ് ലേവ്യരുടെ അവകാശം. അവരുടെ ജോലി ഈ പുരോഹിതന്മാരെ സഹായിക്കുക എന്നുള്ളതാണ്. അവർക്ക് മറ്റു ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന, ഇസ്രായേൽ ജനം കൊടുക്കുന്ന അതിൻ്റെ ദശാംശം കൊണ്ട് വേണം അവരവിടെ ലേവ്യ ഗോത്രം മുഴുവൻ അവിടെ ജീവിക്കുവാൻ. കാരണം അത് യഹോവയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം അതിന് പറയുന്നു, അതിൻ്റെ ദശാംശം എന്ന് പറഞ്ഞാൽ 10 അത് നിങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ പറയുന്നു, ആ ദശാംശത്തിൻ്റെ ദശാംശം ദൈവത്തിന് നീരാജനമായി അത് അർപ്പിക്കണം. ദശാംശം വാങ്ങുന്നവൻ അതിൻ്റെ ദശാംശം ദൈവത്തിന് സമർപ്പിക്കണം. ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് വിശുദ്ധമായി തീരും. അതിനുശേഷം നിങ്ങൾക്കതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അത് കർത്താവിന്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയുന്നു, നിങ്ങൾ അങ്ങനെ യാഗമർപ്പിക്കുന്ന വസ്തുക്കളും ആ നീരാജനം ചെയ്യുന്നതൊക്കെ നിങ്ങൾ ആ പുരോഹിതന് കൊടുക്കണം. പുരോഹിതന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് അതിനെ കാണുക. നിങ്ങളുടെ ദശാംശത്തിൻ്റെ ദശാംശം നിങ്ങളുടെ ആ അഹ്റോന് നൽകണം എന്ന് പറഞ്ഞു. അഹ്റോൻ, അതുകൊണ്ടാണല്ലോ അഹ്റോനും കുടുംബവും അവിടെ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അതായത് അഹ്റോന് നൽകുന്നത് ദൈവത്തിന് നൽകുന്നതിന് തുല്യമാണെന്നർത്ഥം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ പോകുന്ന വഴിയിൽ, നിങ്ങളുടെ യാത്രയിൽ വടിയോ ഭാണ്ഡമോ അപ്പമോ ഒന്നും നിങ്ങൾ കരുതാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ അവിടെ പാർക്കുവിൻ, നിങ്ങളുടെ സമാധാനം അവർക്ക് നൽകുവിൻ. അവിടുന്ന് നിങ്ങൾ ഭക്ഷിക്കുവിൻ. അവർ നിങ്ങളെ കൈക്കൊള്ളുന്നെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ. അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അവിടെ വിട്ട് മറ്റൊരു ഭവനത്തിലേക്കോ മറ്റൊരു ദേശത്തേക്കോ നിങ്ങൾ പോകുവിൻ. അവിടെ ബലം പ്രയോഗിച്ച് അവരുമായിട്ട് വഴക്കടിച്ച് അവിടെ താമസിക്കാനോ നിൽക്കാനോ ഒന്നും അവിടെ ഇത് പറയുന്നില്ല. നിങ്ങളെ അവർ സ്വീകരിക്കുന്നെങ്കിൽ അവർ നൽകുന്നത് നിങ്ങൾ ഭക്ഷിക്കണം. ഏത് സാഹചര്യത്തിൽ ചെല്ലുന്നോ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ആ സാഹചര്യത്തോട് നമ്മൾ താദാത്മ്യം പ്രാപിച്ച് അതിനോട് നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എനിക്കിവിടെ ഇത് കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനുള്ളത് ഇല്ലെന്നോ പറഞ്ഞ് നമ്മളതിൽ പരാതിപ്പെടാൻ പാടില്ല. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ദൈവമാണ് നമ്മുടെ അവകാശം. ചുരുക്കത്തിൽ ഇതിൻ്റെ 20-ാം വാക്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇസ്രായേൽ ജനത്തോടെ അല്ലെങ്കിൽ ആ അഹ്റോനോടും ലേവ്യരോട് യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ അവകാശമില്ല, നിങ്ങളുടെ അവകാശം ഞാനാണ്. നമ്മുടെ അവകാശമായ കർത്താവിൽ
മാത്രം പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അതാണ് നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ നമുക്ക് നൽകുന്നത്. അല്ലാത്തുള്ള ജീവിതം ഏറെ ദുഷ്കരമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിപ്പാൻ, നമ്മുടെ അവകാശമായ കർത്താവിനെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.